രാഹുൽ ഈശ്വർ അതിജീവിയെ വളരെയധികം മോശമായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ അതിജീവിതയെ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. കസ്റ്റഡി കാലാവധി പൂർത്തിയായതോടെയാണ് നടപടി. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെയാണ് രാഹുൽ ഈശ്വറിനെ ജയിലിലേക്ക് തിരിച്ചയച്ചത്. തെളിവെടുപ്പ് പൂർത്തിയായെന്ന് പോലീസ് കോടതി അറിയിച്ചു. ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. വിവരങ്ങളുമായി വീണ്ടും MS വീണ തന്നെ ചേർന്നുണ്ട്. വീണ, ആ കേസിന്റെ വിശദാംശങ്ങൾ കൂടി. ഇന്ന് ജാമ്യ ഹർജി എപ്പോഴാണ് പരിഗണിക്കുന്നത്? ശ്യാംബാബു, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇത് തിങ്കളാഴ്ചയായിരിക്കും കോടതി രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം കൂടി ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നതിനും മറ്റ് വിവരങ്ങൾ തേടുന്നതിനും റിമാൻഡിൽ കഴിയുകയായിരുന്ന രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് രാവിലെ 11 മണിവരെയായിരുന്നു കസ്റ്റഡി കാലാവധി ഉണ്ടായിരുന്നത്. ഇപ്പോൾ കസ്റ്റഡി കാലാവധി പൂർത്തിയായിരിക്കുകയാണ്. 2 ദിവസം കൂടി, അതായത് 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. ഇനി 2 ദിവസം കൂടി ബാക്കിയുണ്ട്. അതിനാൽ തന്നെ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ റിമാൻഡിൽ തുടരുവാനായിട്ട് അയച്ചിരിക്കുകയാണ്. വീണ്ടും ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ. രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ വെച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. വൈദ്യപരിശോധന എടുക്കുന്ന സമയത്തിന് വളരെ ക്ഷീണിതനായാണ് നമുക്ക് കണ്ടത്. മാധ്യമങ്ങളോടകം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, ഞാൻ വിവരങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്, ഇന്ന് ജാമ്യം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട്, അതായത് അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും നിർബന്ധിത ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിച്ചു എന്നുള്ള തെളിവുകളടക്കം അതിജീവിത അന്വേഷണ സംഘത്തിന് മുമ്പാകെ തെളിവുകൾ നൽകുകയും മുഖ്യമന്ത്രിക്കടക്കം ഈ ഒരു പരാതി നൽകിയാണ് ഈ നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ മാസം 27-നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളും ശബ്ദ സംഭാഷണങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള തുടരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. തുടരെ രാഹുൽ ഈശ്വർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടാണ് സൈബർ പോലീസിന് അതിജീവിത പരാതി നൽകിയത്. അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുന്ന ദിവസം തന്നെ പല നാടകീയ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതിയിലെ ചില വിധികളൊക്കെ ഇത് ലംഘനമാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയും നിരാഹാര സമരം ഒക്കെ നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം അടക്കം പ്രതികരിക്കുമ്പോൾ പറഞ്ഞത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് താൻ ഈ ഒരു നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതെന്നടക്കം പറഞ്ഞിരുന്നു. തൻ്റെ ശരീരഭാരം കുറഞ്ഞതിനെക്കുറിച്ചൊക്കെ വ്യാകുലനായി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ പ്രതികരിച്ചപ്പോഴും വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു തനിക്ക് ജാമ്യാപേക്ഷ ലഭിക്കുമെന്നുള്ളത്. എന്നാൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പരാതിക്കാരി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള തുടരെയുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. മാത്രമല്ല, വീണ്ടും അതിജീവിതയെ വേട്ടയാടുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സൈബർ പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടിയെടുക്കുകയും 14 ദിവസം റിമാൻഡിലേക്ക് കോടതി അയക്കുവാനായിട്ട് ഉത്തരവ് നൽകുകയും റിമാൻഡ് കാലാവധി നടന്ന സമയത്ത്, അതായത് 14 ദിവസമുണ്ട് റിമാൻഡ് കാലാവധി. ഈ റിമാൻഡ് കാലാവധിക്കിടയിലാണ് സ്വാഭാവിക നടപടിക്രമം എന്ന രീതിയിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട് പോലീസ് ഒരു ദിവസത്തേക്ക് ഇന്ന് 11 മണി വരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും റിമാൻഡിൽ തുടരുവാനായിട്ട് ജയിലിലേക്ക് രാഹുൽ ഈശ്വറിനെ അയച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം രാഹുൽ ഈശ്വറിന്റെ ഭാര്യ പ്രതികരിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ശ്യാം, വീണയാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകിയത്. താങ്ക് യു വീണ. ഒരു ചെറിയ ഇടവേള. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പെട്ടെന്ന് തിരിച്ചെത്താം. ഞാൻ നേരത്തെ പറഞ്ഞ വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻറ്റ് അത് ഇപ്പോൾ ചൂട് പിടിക്കുകയാണ് KPCC നേതൃത്വത്തിൽ. അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ ജുജീഷ് കർ നായരൻ തയ്യാറാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരിച്ചെത്താം.